ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ മധുരമൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. നമ്മൾ ഈ ഹൽവ റെഡിയാക്കി എടുക്കുന്നത് ഈന്തപ്പഴം വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പം ഡ്രൈ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി, കുറച്ച് വെള്ളം ചേർത്തിട്ട്. പക്ഷേ ഡ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴം ആണെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അടിച്ചെടുക്കുന്നതായിരിക്കും. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഡേറ്റ്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ഈ ഒരു പരുവാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡേറ്റ്സ് തന്നെ ആയതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും. അപ്പം ഇതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവാകുമ്പോൾ മാത്രമേ നമ്മൾ മാറ്റി വെക്കാവുള്ളൂ കേട്ടോ. ഇനി 2 ടീസ്പൂൺ നെയ്യിലേക്ക് കുറച്ച് നട്ട്സ് എന്തെങ്കിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ആ ഒരു മിക്സും കൂടി നമ്മളെ ആ ഒരു ഡേറ്റ്സിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 10-12 മിനിറ്റ് ആവുന്ന സമയത്താണ് നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി വേണമെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു എണ്ണ തടവിയ ഒരു പാത്രത്തിലേക്ക് വേണമെങ്കിൽ നല്ല ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ചൂട് പോയതിന് ശേഷം ഇതുപോലെ തട്ടിയെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. കാരക്കൊക്കെ നല്ലപോലെ കിട്ടുന്ന സമയത്ത് നമുക്ക് മധുരമൊന്നും കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ. താങ്ക് യു.